നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ജയിലിൽ പോകുമോ അവർ? പിന്നെ ജയിലിൽ പോകേണ്ട കാലം എന്നേ കഴിഞ്ഞതാണ്. വളരെ നേരത്തെ തന്നെ ജയിലിൽ പോകാനുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. വളരെ വളരെ ഔദാര്യത്തോടു കൂടിയൊരു സമീപനം പോലീസുകാർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ നിലനിൽക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണല്ലോ. കാരണം 10 പൈസ മുടക്കാതെ 32,000 കോടി രൂപ വരുന്ന വസ്തു, അതിൻ്റെ 76% ഷെയർ അമ്മയുടെയും മകൻ്റെയും കൂടി പേരിലാക്കി എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ബാക്കിയുള്ളത് അവർ പറഞ്ഞാൽ കേൾക്കുന്നവരുടെ പേരിലുമാണ്, സാംബിത് റോത ഇങ്ങനെയുള്ളവരുടെ പേരിലുമാണ്. അപ്പോൾ ഇനി ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന രീതിയിൽ നെഹ്റു കുടുംബസ്വത്തെടുത്ത് ഉണ്ടാക്കിയതല്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നവരിൽ നിന്ന് പണം പിരിച്ച് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നാഷണൽ ഹെറാൾഡ്. അത് പ്രസിദ്ധീകരിച്ചിരുന്നൊരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അത് കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ട് കുറേ കാലം അറിയപ്പെട്ടിരുന്നു. പിന്നീട് അത് പ്രസിദ്ധീകരിക്കാതെയായി. അതങ്ങനെ പോവുകയും ചെയ്തു. ആ കമ്പനി ഡൈഫങ്ക്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, പത്രം പ്രസിദ്ധീകരിക്കാതെ കമ്പനി ഡൈഫങ്ക്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കണ്ണായ സ്ഥലത്ത് ഭൂമിയും കെട്ടിടങ്ങളും ഉണ്ട്. ആ ഭൂമിയും കെട്ടിടങ്ങളിൽ നിന്നും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അത് വിറ്റ് കാശുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് 10 പൈസ മുടക്കാതെ 2,000 രൂപ മതിപ്പ് വിലയുള്ള ഈ കമ്പനി സോണിയയ്ക്കും മകനും കൂടി കിട്ടിയത്. അപ്പോൾ അതിന് ആദ്യം പറഞ്ഞിരുന്നൊരു വാദം എന്താണെന്ന് വെച്ചത്, നെഹ്റുവിൻ്റെ കമ്പനി ഞങ്ങൾ ഏറ്റെടുത്തു. നെഹ്റുവിൻ്റെ കമ്പനി അല്ലല്ലോ. നെഹ്റു കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചില്ലറയെ ചെറിയ തുകയും മുടക്കി കാണുള്ളൂ. ബാക്കിയൊന്നും അദ്ദേഹം മുടക്കിയിട്ടുമില്ല. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇതിനകത്തുള്ള കാര്യം. അത് എത്ര കോടിയെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 36 കോടിയും പിന്നെ ഒരു 18 കോടിയും ഇതിൽ നിന്ന് ഇതിൻ്റെ ലാഭം എന്ന നിലക്കും കിട്ടി, വേറൊന്ന് റെൻ്റ് എന്ന നിലക്കും കിട്ടി. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു കമ്പനിയിൽ നിന്ന് ലാഭം ഇവർ കൈപ്പറ്റുകയാണ്. അതെങ്ങനെ കൈപ്പറ്റി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ നാഷണൽ ഹെറാൾഡ് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പണം, ഇനി ഇവർക്കൊരു 50 ലക്ഷം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷെൽ കമ്പനിയാണ്, കൽക്കട്ടയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു ഷെൽ കമ്പനിയാണ് കാശ് കൊടുത്തേക്കുന്നത്. ആകെ ദുരൂഹമാണ് ഇതിൻ്റെ അവസ്ഥ. മാത്രവുമല്ല, ഇതിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന പണത്തിൽ എത്ര പണം വിദേശങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോഴെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ വന്ന സമയത്താണ് ഇത് ED ഇടപെടുകയും ED ഇപ്പോൾ അതിനകത്ത് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് ഇതിലൊരു കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചതി, വഞ്ചന, ആൾമാറാട്ടം തുടങ്ങിയ വ്യാജരേഖ ചമക്കൽ ഇതൊക്കെ ഉണ്ടാക്കി പണം എടുത്തു എന്നുള്ളതാണ്. ഇവർ നേരിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് 998 കോടി രൂപയുടെ ഒരു ഇടപാടാണ്. ആ ഇടപാട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ അന്വേഷണം വരാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകരായിട്ട് ജീവിക്കുന്നവർ, അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണോ ഒരു കമ്പനി 10 പൈസ മുടക്കാതെ സ്വന്തം പേരിൽ ആ സംഘടനയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം പേരിലാക്കിയെടുക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവക്ഷിപ്ത രൂപത്തിൽ അവർക്കുള്ള സ്വാധീനം വെച്ചുകൊണ്ട് ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തിരുവായ്ക്ക് എതിർവാ പറയില്ല എന്ന വിശ്വാസത്തിൽ അത് സ്വന്തം നിലയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതി ഒരു പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും യോജിച്ചതാണ്. ബാക്കി അതിൻ്റെ നിയമവശങ്ങളൊക്കെ വിട്ടാൽ പോലും ഈ പ്രശ്നമില്ലേ? നിയമത്തിൻ്റെ വഴിക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. അതെ. പക്ഷെ ആ നിയമത്തിനും
അപ്പുറമല്ലേ ഒരു പൊതുപ്രവർത്തകർ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട മാന്യതയും സത്യസന്ധതയും? ഇത് രണ്ടുമില്ല. അവർക്ക് മാന്യതയും വേണ്ട, സത്യസന്ധതയും വേണ്ട. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആരെങ്കിലും അന്യൻ അധ്വാനിച്ചു ഉണ്ടാക്കിയ സമ്പാദ്യം അനധികൃതമായി കൈയടക്കി ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ പുതിയ FIR ഇട്ട് ഇനിയിപ്പോൾ അന്വേഷണം നടക്കും. ഇവർ ചോദ്യം ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സമയത്ത് എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഞാൻ പീഡിപ്പിക്കപ്പെട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇരവാദം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഏത് പറഞ്ഞാലും ഈ 2000 കോടി അടിച്ചു മാറ്റിയതിനെക്കുറിച്ച് ഒന്നും പറയില്ല. പക്ഷേ ഇരയാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഇരയാക്കപ്പെടത്തക്ക വിധത്തിലുള്ളൊരു യോഗ്യത ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ടോ? ഇന്ന് ലാലുവിൻ്റെ പാർട്ടി പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു ലയബിലിറ്റിയായി, ഞങ്ങൾക്ക് ഇവരെ വേണ്ട, ഞങ്ങളുടെ ഔദാര്യം കൊണ്ട്, ഞങ്ങളുടെ ഉച്ഛിഷ്ടം കൊണ്ട് കിട്ടിയ 6 സീറ്റുമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അവരാണ് ഞങ്ങളെ തൊലച്ചതെന്നാണ് പറഞ്ഞത്. ഇതുമായിട്ട് കൂട്ടുചേർന്നവൻ നശിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു പാർട്ടിക്ക് UP-യിൽ സ്വാധീനമില്ല, ബീഹാറിൽ സ്വാധീനമില്ല, രാജസ്ഥാനിൽ സ്വാധീനമില്ല, മധ്യപ്രദേശിൽ സ്വാധീനമില്ല, ഇങ്ങനെ ഇന്ത്യയുടെ മഹാരാഷ്ട്രയിലില്ല, എല്ലായിടത്തും ഈ പാർട്ടി ചുരുങ്ങി ഒരു കേരളത്തിലെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി എന്ത് ചെയ്തിട്ടും എന്താ കാര്യമുള്ളത്? അപ്പോൾ അതിനോടുള്ള അസൂയ സഹിക്ക വയ്യാതെയാണ് എന്ന് പറയാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് അരങ്ങൊരുക്കുകയും ഇവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യേണ്ട ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതാണ്. അവരതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവർക്കെല്ലാവർക്കും പറയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മോദി വന്ന് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ വളരെ കഠിനമായി എന്നുള്ളതാണ്. മോദി വന്ന് നടപ്പാക്കിയിരിക്കുന്ന പദ്ധതികളുണ്ട്. അത് അന്നയോജനയുണ്ട്, ഉജ്ജ്വൽ ഗ്യാസ് ഉണ്ട്, പിന്നെ അമൃത് പദ്ധതിയുണ്ട്, വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്, ആയുഷ്മാൻ പദ്ധതിയുണ്ട്. ഈ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ആരെയെങ്കിലും മതത്തിൻ്റെ പേരിൽ വിവേചനപൂർവ്വം അകറ്റി നിർത്തിയെന്ന് ആക്ഷേപിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? മോദിയുടെ ഭരണം അതാണ്. മോദി വന്നിട്ട് മോദി ഭരിക്കുന്ന അതാണ്. എന്താണ് മോദിയുടെ ഭരണം വെച്ചാൽ 81 കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഹാരം കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരാളെ മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ മോദിയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഗുണഭോക്താക്കൾ എവിടെയുള്ളവരാണ്? കേരളത്തിൽ മലപ്പുറത്തുള്ളവരാണ്. ആ മലപ്പുറത്തുള്ളവർ ആരും തന്നെ മോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരോ ചിന്തിക്കുന്നവരോ അല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. വാദത്തിന് വേണ്ടി അവിടെ കുറച്ച് പേര് മോദിയെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മഹാഭൂരിപക്ഷം പേരും മോദിക്കെതിരായിട്ട് നിൽക്കുന്നൊരു പ്രത്യേക ജനവിഭാഗമാണ്. പക്ഷെ അവർക്കല്ലേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയേക്കണം. അപ്പോൾ ഈ മോദി ഭരണം ഇടയ്ക്കിടയ്ക്ക് ഈ മലയാളത്തിലെ ചില അവതാരങ്ങളായിട്ട് വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. ഈ ചാനലുകളിലെല്ലാം പോയിരിക്കുന്ന പഴയകാല SFIക്കാരായിട്ടിരുന്നവർ ചാനലുകളിൽ പോയിരുന്നുകൊണ്ട് മോദി വന്നിട്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷമായിട്ട് മോദി എവിടെയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ തരംതിരിവുണ്ടാക്കിയിട്ടുള്ളത്? ഒരു സ്ഥലം പറഞ്ഞു തരും. മോദിയുടെ ഭരണത്തിൽ ആരെയാണ് മതത്തിൻ്റെ പേരിൽ വിവേചനപൂർവ്വം മാറ്റി നിർത്തിയിട്ടുള്ളത്? ഒരാളെ പറഞ്ഞു തരൂ. ഇല്ലല്ലോ, ഒരാളുമില്ല. അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ അവിടെ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ സലാമിനെ പോലെയുള്ള ഒരു വളരെ വിദ്യാസമ്പന്നനായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരാളാണ് അവിടെ അവരുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി BJP നിർത്തി. അദ്ദേഹത്തിന് അവർ വോട്ട് ചെയ്തില്ല, അദ്ദേഹം ജയിച്ച മന്ത്രിയായിരുന്നു. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഞങ്ങൾ വോട്ട് ചെയ്ത്
നിങ്ങൾ മുസ്ലിമിനെ നിർത്തിയാലും ഞങ്ങൾ ഒരൊറ്റ മുസ്ലിമിനെയും വിജയിപ്പിക്കില്ല, പക്ഷേ മുസ്ലിം പ്രാതിനിധ്യം ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ഇവർ പറയുന്നത്. ഈ രീതിയിലുള്ള എരവാദം ഈ കാര്യത്തിലും വരും. ഈ കാര്യത്തിൽ വരും എന്ന് മാത്രമല്ല, ജോർജ് സോറസിൻ്റെ നേതൃത്വത്തിൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ആക്രമണവും വരും. പക്ഷെ അങ്ങനെ അവരെ പേടിച്ചുകൊണ്ട് കളവും ചതിയും വഞ്ചനയും വ്യാജരേഖ ചമക്കലും പണം വെട്ടിപ്പും അതിനെ വിദേശത്തേക്ക് കടത്തലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഈ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും ഇല്ലാത്തതിനേക്കാൾ എന്ത് അവകാശമാണ് സോണിയക്കും കുടുംബത്തിനും ഇവിടെ ഉള്ളത്? അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ വ്യാജരേഖ ചമക്കലും ഒക്കെ നടത്തി പണം കൊള്ളയടിക്കുന്നവർ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും വേണ്ടി ഈ രാജ്യത്ത് നിയമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ബാധകമാകുന്ന നിയമമാണ് അവർക്കും ബാധകം. ആ നിയമം എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഇവർക്കെതിരെയും ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അല്ലാതെ പ്രമാണിമാരാണ്, സ്വാധീനമുള്ളവരാണ്, അവർ വരുമ്പോൾ നിയമം മാറി വഴി മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ നിയമം ആർക്ക് വേണ്ടിയിട്ടാണുള്ളത്? നമ്മുടെ കോടതികൾ പലപ്പോഴും ഇങ്ങനെ അധികാരവും പണവും പ്രതാപവും ഉള്ളവരോട് ഉദാരമായ സമീപനം പലപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നത് കോടതികളുടെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കുന്നൊരു പ്രശ്നമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കും കൊള്ളാം. പലപ്പോഴും അവരങ്ങനെ ചെയ്യുന്നില്ല. കാരണം പാതിരാത്രി കൂടുക, പാതിരാത്രി കൂടിയിട്ട് ഉടനെ തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയുക. ഈ കഴിഞ്ഞ ദിവസവും കൂടി പറയണത് കേട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഏതൊരു വിധി പറഞ്ഞ സമയത്ത് അമേരിക്കയിൽ അങ്ങനെയാണെന്ന് ഒരു ജഡ്ജ് ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ട്. നിങ്ങളും കേട്ടിരിക്കും. അത് നാണാവൂല ഇവർക്കിത് പറയാനായിട്ട്. കാഷ്ടി 200 കൊല്ലം പഴക്കവും ചരിത്രമുള്ള ഒരു രാജ്യം, അത് യൂറോപ്പിൽ നിന്ന് നാടുകടത്തപ്പെട്ട കുറ്റവാളികൾ ചേർന്നുണ്ടാക്കിയ ഒരു രാജ്യം. ആ രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ പാരമ്പര്യമുള്ള ഒരു രാജ്യം. അതാണ് കോൺക്വസ്റ്റ് ഓഫ് പെറു ആൻഡ് മെക്സിക്കോ വായിച്ചറിയാൻ പറ്റും. അത് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മാതൃകയാക്കിയിട്ട് അത് വെച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്നത് സോണിയയെയും മകനെയും ശിക്ഷിക്കാനേ പാടില്ല, അവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നുള്ള വാദവുമായിട്ട് വരും. ആ വാദവുമായിട്ട് വരുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ, സോണിയക്കും മകനും മാത്രമായിട്ട് ഈ രാജ്യത്ത് നിയമം നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്.